ജനങ്ങൾ അറിയണം, സഭയിൽ നടക്കുന്നത് ആസൂത്രിത നാടകം. ഇന്നലെ നിയമസഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 15ാം നിയമസഭയുടെ 14ാം സമ്മേളനമാണ് ഇന്നലെ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞത്. 11 ദിവസം കൊണ്ട് 21 ബില്ലുകൾ പാസാക്കി. അതിൽ ഇന്നലെ മാത്രം മന്ത്രി രാജീവ് അദ്ദേഹം അവതരിപ്പിച്ച 5 ബില്ലുകൾ പാസാക്കിയെടുത്തു. ഓർക്കണം, ഇന്നലെ ഒരൊറ്റ ദിവസം തന്നെ പാസാക്കിയത് 11 ബില്ലുകൾ. നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരൊറ്റ ദിവസം 11 ബില്ലുകൾ അവതരിപ്പിക്കുന്നതും അത് പാസാക്കിയെടുക്കുന്നതും. അതുപോലെ നിയമസഭയുടെ ചരിത്രത്തിൽ മറ്റൊരു അധ്യായമാണ് ഒരു മന്ത്രി ഒരു ദിവസം തന്നെ 5 ബില്ലുകൾ അവതരിപ്പിക്കുന്നതും അത് പാസാക്കിയെടുക്കുന്നതും. അത് മറ്റാരുമല്ല, മന്ത്രി രാജീവായിരുന്നു. ഇവിടെ ഒരു നാണംകെട്ട പ്രതിപക്ഷമുണ്ട്. ഈ പ്രതിപക്ഷത്തിന് യുവമാർ കാറി വിളിച്ച് ചിഹ്നം വിളിച്ച് പ്രതിഷേധിച്ച് പുറത്തിറങ്ങിപ്പോയപ്പോൾ സംഭവിച്ച കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഇതൊരു നാടകമായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. വളരെ സുപ്രധാനമായ ബില്ലുകൾ യാതൊരു കാരണവശാലും കേന്ദ്ര സർക്കാരിൻ്റെ നിയമ സംവിധാനങ്ങൾക്കെതിരെയുള്ള, ഗവർണർ ഒരു കാരണവശാലും അത് അപ്രൂവൽ കൊടുക്കാത്ത തരത്തിലുള്ളതടക്കമുള്ള ബില്ലുകളാണ് തിടുക്കപ്പെട്ട് പാസാക്കിയിരിക്കുന്നത്. ഇത് പ്രതിപക്ഷവും അറിഞ്ഞുകൊണ്ടുള്ള, വി ഡി സതീശൻ അറിഞ്ഞുകൊണ്ടുള്ള ഒരു നാടകമായിരുന്നു. റിയൽ എസ്റ്റേറ്റ് ലോബികൾക്കടക്കം, ഇവിടുത്തെ ധനകാര്യ സ്ഥാപനങ്ങൾക്കടക്കം വലിയ നേട്ടമുണ്ടാക്കുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള ബില്ലുകൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. ഏക കിടപ്പാട സംരക്ഷണ നിയമം സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ കടുത്ത പ്രതിഷേധമുള്ള ഒരു ബില്ലാണിത്. ഇത്തരത്തിലുള്ള പല ബില്ലുകളാണ് ഇന്നലെ ഒറ്റ ദിവസം 11 ബില്ലുകളാണ് തിടുക്കപ്പെട്ട് അവസാന ദിവസമായ ദിവസം ഇവർ പാസ്സാക്കിയെടുത്തത്. സംസ്ഥാനത്തിൻ്റെ കടം എന്ന് പറയുന്നത് CAG വളരെ ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടാണ് സഭയിൽ നൽകിയത്. 4.48 ലക്ഷം കോടി രൂപ സംസ്ഥാനത്തിൻ്റെ കടബാധ്യത പെരുകിയിരിക്കുകയാണ്. വളരെ ഭീകരമായ അവസ്ഥയിലേക്ക് കടം പെരുകിയിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. നിയമസഭയിൽ ഈ പ്രതിപക്ഷം എന്ന് പറയുന്ന ഈ നാണം കെട്ടവന് ഈ കടം പെരുകുന്നതുമായി ബന്ധപ്പെട്ട ഒരൊറ്റ വിഷയം പോലും ഉന്നയിക്കുവാനോ ചോദിക്കുവാനോ ക്ലാരിഫൈ ചെയ്യുവാനോ സാധിച്ചില്ല. അതുപോലെ ഈ 21 ബില്ലുകൾ, അത് ഏതൊക്കെയാണെന്ന് പോലും ഇവന്മാർക്ക് അറിയില്ല. ആ ബില്ലുകൾ എന്താണ്, ആ ബില്ലുകൾ പാസ്സാക്കുന്നതിലൂടെ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടാകുന്ന നേട്ടങ്ങൾ എന്താണ്, കോട്ടങ്ങൾ എന്താണ്, ഒന്നും അറിയില്ല. ഈ ബില്ല് പാസ്സാക്കിയത് പോലും ഇവന്മാർ അറിഞ്ഞില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ ഈ പുകമറ സൃഷ്ടിച്ച് ഈ ബഹളങ്ങൾ ഉണ്ടാക്കി ഇവന്മാർ കാറിക്കൂവിയപ്പോൾ ഇന്നലെ മറ്റൊരു സംഭവം കൂടി നടന്നിരുന്നു. ന്യൂമാഹി ഇരട്ടക്കൊല കേസിലെ പ്രതികളായ കൊടിസുനി അടക്കമുള്ള 6 CPM ക്രിമിനലുകൾക്ക് അവരുടെ കോടതി വെറുതെ വിട്ടു. ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികളായ ഈ കൊടുംകുറ്റവാളികൾ പുറത്തിറങ്ങിയത് ഒരു ചർച്ചാ വിഷയമായില്ല, ആരും അറിഞ്ഞില്ല. ഈ ബഹളത്തിനിടയിൽ അത് നടന്നു. ഇന്നലെ നിയമസഭയിൽ ഇത് ഒത്തുകൊണ്ടുള്ള ഒരു കളിയായിരുന്നു. അതല്ലെങ്കിൽ ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും ശ്രദ്ധ തിരിക്കുവാൻ പറ്റുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഇവർ നടത്തിയത്. മുഖ്യമന്ത്രി പ്രതിപക്ഷ MLA ഒരു ബോഡി ഷെയ്മിംഗ് നടത്തി. അദ്ദേഹത്തിൻ്റെ പൊക്കത്തെ കളിയാക്കിക്കൊണ്ട് ഒരു പരാമർശം നടത്തി. ഇത് മുസ്ലിം ലീഗ് ഏറ്റെടുക്കും എന്നിവർക്ക് കൃത്യമായി അറിയായിരുന്നു. കാരണം ഒരു മുസ്ലിം ലീഗ് MLA ആണ് അപ്രകാരം ബോഡി ഷെയ്മിംഗ് നടത്തിയത്. ഇപ്രകാരം ഒരു പരാമർശം നടത്തിയാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തെന്ന് നന്നായി മുഖ്യമന്ത്രിക്ക് അറിയാൻ കഴിഞ്ഞിട്ടല്ല. അവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അതൊരു ചൂണ്ടയായിരുന്നു. മുസ്ലിം ലീഗും പ്രതിപക്ഷവും അതിക്കൊത്തി അതിൻ്റെ പേരിൽ ബോഡി ഷെയ്മിംഗ് നടത്തിയെന്ന് പറഞ്ഞ് കാരക്കുവി ഇവന്മാർ പുറത്തുപോയി. പിന്നീടുള്ള ചർച്ചകളും എല്ലാം അതുമായി ബന്ധപ്പെട്ടതായിരുന്നു. അതിനെ തുടർന്ന് ചിത്തരഞ്ജൻ MLA 2 കൈയില്ലാത്തവൻ്റെ വേണ്ടാത്തടുത്ത് കയറി ഒരു ഉറുമ്പ് കടിച്ചാൽ എന്നൊരു പരാമർശം നടത്തി. അത് വികലാംഗരെ അപമാനിക്കലാണ് എന്ന് പറഞ്ഞ് വലിയ പ്രശ്നമുണ്ടാകുമെന്നറിയാം. അവിടെയും വലിയ വിവാദമുണ്ടായി. തുടർന്നുള്ള ചർച്ചകളും മാധ്യമ വാർത്തകളും അന്തിച്ചർച്ചകളും എല്ലാം ആ പ്രസംഗത്തെ സംബന്ധിച്ചായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട ആ വിഷയങ്ങൾ മാറി ഇത്തരത്തിലുള്ള ഈ ബോഡി ഷെയ്മിംഗ് അല്ലെങ്കിൽ ഇവരുടെ പരാമർശങ്ങളെക്കുറിച്ചായി ചർച്ചകളും വിശകലനങ്ങളും എല്ലാം അവർ ഉദ്ദേശിച്ച പോലെ തന്നെ സംഭവിച്ചു. 11 ദിവസങ്ങൾ ഇവർ സമ്മേളിച്ചു. അവർ ഉദ്ദേശിച്ച പോലെ തന്നെ 21 ബില്ലുകൾ പാസാക്കിയെടുത്തു. ഇതിനിടയ്ക്ക് അവരുടെ കൊടും കുറ്റവാളിയായ കൊടിസുനിയെ മോചിപ്പിച്ച് വെളിയിലിറക്കി. ഇതിനിടയ്ക്ക് ആരും അറിഞ്ഞില്ല. അതുപോലെ തന്നെ CAG റിപ്പോർട്ട് സംസ്ഥാനത്തെ
ധനകാര്യസ്ഥിതി അതിഭീകരമാണ് എന്ന് പറയുന്ന അതും ഇതിനകത്ത് മുങ്ങിപ്പോയി. ആരും ചർച്ച ചെയ്തില്ല, പ്രതിപക്ഷവും ചർച്ച ചെയ്തില്ല. 11 ദിവസം നിയമസഭ കൂടി അനിശ്ചിതകാലത്തേക്ക് പിരിയുകയും ചെയ്തു. ഈ നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കാരണവശാലും പങ്കെടുക്കുവാൻ പാടില്ല, താനങ്ങ് മല മറിച്ച് കളയും എന്നും പറഞ്ഞു വന്ന ഇയാൾ എന്ത് ചെയ്തു? 21 ബില്ലുകൾ പാസ്സാക്കിയിട്ട് ഈ പ്രതിപക്ഷം അറിഞ്ഞോ? സംസ്ഥാനത്തിന്റെ ധനകാര്യസ്ഥിതി ഇത്രയും ഭീകരമാണ്, 4.48 ലക്ഷം കോടി പെരുകി എന്ന ആ വിഷയം അത് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഇയാൾക്ക് സാധിച്ചോ? ഇല്ല. അത് ചർച്ചാ വിഷയമായോ സഭയിൽ? ഇല്ല. അതുപോലെ ഈ കൊടുങ്കുറ്റവാളിയെ പുറത്തിറക്കിയ ആ വാർത്തയും ഇതിനകത്ത് മുങ്ങിപ്പോയി. ശബരിമല വിഷയത്തിൽ എന്തെങ്കിലും കാര്യമായി സംഭവിച്ചോ? ഒന്നും ചെയ്യുവാൻ സാധിച്ചില്ല. ചുരുക്കം പറഞ്ഞാൽ ഈ നിയമസഭാ സമ്മേളന കാലയളവിൽ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇവൻ പരസ്യമായി മാപ്പ് പറഞ്ഞു. പ്രതിപക്ഷത്തെ 3 MLA-മാർ റോജി എം ജോൺ, സനീഷ് കുമാർ, എം വിൻസെന്റ് 3 അവന്മാർ സസ്പെൻഷനിലായി എന്നത് ഒഴിച്ച് വേറെ ഒന്നും ഉണ്ടായില്ല. ഇത്രയും നാണം കെട്ട ഒരു പ്രതിപക്ഷം, ഇത്രയും കഴിവുകെട്ട ഒരു പ്രതിപക്ഷമാണ് ഇവിടെ ഉള്ളത് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. യുവനേതാക്കന്മാരെ ഒതുക്കി ഈ കേക്കച്ചൻ എന്ന് പറയുന്ന ഈ പ്രതിപക്ഷ നേതാവ്, ഈ നാണം കെട്ടവൻ, ഞങ്ങൾ തുടക്കം മുതലേ പറഞ്ഞിരുന്നു, ഇവൻ പിണറായിയുടെ ഏജന്റാണ്, ഇവൻ കമ്മീഷൻ പറ്റി നാടകം കളിക്കുന്ന നാണം കെട്ടവനാണ്, ഇവൻ ഈ പൊറാട്ട് നാടകങ്ങളെല്ലാം വെളിയിൽ നടത്തി ഇവർക്ക് ഈ ബില്ലുകൾ പാസ്സാക്കുവാനുള്ള ഈ സംസ്ഥാനത്തിൻ്റെ ഈ CAG റിപ്പോർട്ട്, ഭീകരമായ ധനകാര്യസ്ഥിതിയെക്കുറിച്ചുള്ള CAG റിപ്പോർട്ട് ചർച്ചയിൽ വരാതിരിക്കുവാനും എല്ലാം ഇവൻ സഹായിച്ചു. ഇവൻ വെറുതെ കാറിക്കൂവി ബഹളം വെച്ച് ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും ശ്രദ്ധ തിരിച്ചുവിട്ടു. ഈ 11 ദിവസം കൊണ്ട് 21 ബില്ല് ഇവന്മാർ പാസ്സാക്കി രക്ഷപ്പെട്ടു. പ്രിയപ്പെട്ട ജനങ്ങളെ, നിങ്ങൾ സ്വയം ചോദിക്കുക, ഇതുപോലൊരു പ്രതിപക്ഷ നേതാവിനെ, ഇതുപോലൊരു മരവാഴിയെ നമുക്ക് ആവശ്യമുണ്ടോ? പുട്ടിയും പൗഡറും ഇട്ട് വന്നു നിന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ നിയമസഭയിൽ നിന്നും ഇറങ്ങി വന്ന് ഇവൻ എന്തൊക്കെ ഷോയാണ് കാണിച്ചത്. ഈ ഷോ കാണിക്കുവാൻ ഇവിടെ അവസരമുണ്ടായിരുന്നല്ലോ. ഈ നിയമസഭാ സമ്മേളനം കൂടേണ്ടിയിരുന്ന 11 ദിവസം കാര്യപ്രസക്തമായിട്ട് എന്ത് വിഷയങ്ങൾ, കേരളത്തിലെ ജനങ്ങൾക്ക് നന്മ ഉതകുന്ന അല്ലെങ്കിൽ അവരെ ബാധിക്കുന്ന എന്ത് വിഷയങ്ങളിൽ ഇവന്മാർക്കൊരു ശക്തമായ ഇടപെടലുകൾ നടത്തുവാൻ അല്ലെങ്കിൽ സർക്കാരിനെ കൊണ്ടൊരു നടപടി എടുപ്പിക്കുവാൻ എന്തെങ്കിലും സാധിച്ചോ? കസ്റ്റഡി ലോക്കപ്പ് മരണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും, ആ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി എടുക്കുവാൻ ഇവർക്ക് സാധിച്ചോ? ഇല്ല. ഒന്നും ഉണ്ടായില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുകളിൽ എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടായോ? ബഹുമാനപ്പെട്ട കോടതി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചത് കൊണ്ടും ഒരു സ്പെഷ്യൽ ടീമിനെ അവിടുത്തെ ഒരു ഓഡിറ്റിംഗ് നടത്തുന്നതിന് നിയോഗിച്ചത് കൊണ്ടും അത്രയും കാര്യങ്ങളൊക്കെ നടക്കുന്നു. മറ്റൊന്നും നടന്നിട്ടില്ല എന്ന് മനസ്സിലാക്കണം. ഈ ബില്ലുകൾ പാസ്സാക്കുന്ന ഈ ബില്ലുകൾ എന്തിന്? അതിനെതിരെ ഒന്ന് എതിർക്കുവാൻ പോലും, അതല്ലെങ്കിൽ ആ ബില്ലുകളുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങൾ പോലും ഇവന്മാർ അറിഞ്ഞില്ല എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വിഷയം. അതുകൊണ്ട് ജനങ്ങളെ, നിങ്ങൾ തീരുമാനിക്കുക, ഇതുപോലൊരു മരവാഴയെ വേണോ നിങ്ങൾക്ക് പ്രതിപക്ഷ നേതാവായി? ഇവനൊക്കെ ഭരണത്തിൽ വന്നാൽ ഇവനൊക്കെ നാടകം കളിക്കുകയാണ്, നമ്മളെ പറ്റിക്കുകയാണ്. ഈ സർക്കാരുമൊത്ത് ചേർന്ന് നിന്ന് ഇവൻ നാടകം കളിച്ച് ഈ 11 ദിവസം കൊണ്ട് അവർക്ക് വേണ്ടുന്ന തരത്തിൽ നിയമനിർമ്മാണം നടത്തി ബില്ലുകൾ പാസ്സാക്കി പോകുവാനുള്ള അവസരം കൊടുത്തു. അവസാനം അവശേഷിക്കുന്നത് കുറെ ഒച്ചയും ബഹളവും ആരോപണങ്ങൾ മാത്രം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.